ഇതെൻ്റെ ബട്ടർഫ്ലൈ ചെടി, കിലുക്കി ചെടി എന്നും പറയും. അപ്പം ഇതുമലി ചില സമയത്ത് നിറച്ച് പൂമ്പാറ്റകളായിരിക്കുള്ളൂ. എന്നുവെച്ചാൽ ഇതിൻ്റെ ഇലകളിലാണ് പൂമ്പാറ്റകൾക്ക് ആവശ്യമുള്ള ഫുഡ് ഇരിക്കണത്. അപ്പം ഇതേപോലെ നിറച്ച് പൂക്കൾ കണ്ട ഇതേപോലെയാണ് ഈ കിലുക്കി ചെടിയുടെ പൂവ് ഇരിക്കണത്. പൂവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡാണ് ഈ കണ്ട. അപ്പോൾ ഈ സീഡ് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാകി കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് തന്നെ മുളക്കണ ഒരു ചെടിയാണ് ഈ പൂമ്പാറ്റ ചെടി. അപ്പോൾ പൂമ്പാറ്റ ചെടിയൊക്കെ നമ്മുടെ തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശലഭങ്ങൾ വരും. ശലഭങ്ങൾ എപ്പോഴും ശലഭങ്ങളായിരിക്കുള്ളൂ ഈ ചെടിയുമേൽ. അപ്പോൾ നമുക്ക് വച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ പിടിച്ചിട്ടാണ് പ്ലാന്റാണ് കേട്ടോ പൂമ്പാറ്റ ചെടിക്ക. ഇതിൻ്റെ പൂക്കൾ കണ്ട ഇതേപോലെ കൊലകളായിട്ടാണ് ഇങ്ങനെ പോവുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ മൊട്ടുകൾ ആദ്യത്തെ കണ്ട വിരിഞ്ഞിട്ട് ഇതിൻ്റെ മൊട്ടുകളാണ് ഈ കാണുന്നത്. അത് ഓരോന്നോരോന്ന് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ മഞ്ഞയും ഒരു കാപ്പി കളറും കൂടെ കൂടിയതാണ് കണ്ട ഇതിൻ്റെ പൂക്കൾ കണ്ട. ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ പയറിൻ്റെ ഒക്കെ പൂവിനോടൊക്കെ സാമ്യമുള്ള പൂക്കളാണ് ഇതിൻ്റെത്. ഇലകൾ കണ്ടില്ലേ, ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള ഇലകളാണ് കേട്ടോ പൂമ്പാറ്റ ചെടിയുടെ. നമ്മൾക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ